വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം രാവിലെ മീര ചായയുമായി അരുണിൻ്റെ മുന്നിലെത്തി. ഒരു കവിൾ കുടിച്ച ഉടനെ അരുൺ ചോദിച്ചു, ഇത്രയും പഞ്ചസാര എന്തിനാണ്? മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെയാണ് കുടിക്കുന്നത്. അരുണിൻ്റെ മറുപടി ഉടൻ വന്നു, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ല. അത്ര ചെറിയൊരു വാചകത്തിൽ തുടങ്ങി 2 ദിവസം നീണ്ട മൗനം. പ്രശ്നം ചായയിലായിരുന്നില്ല, എൻ്റെ രീതിയാണ് ശരി എന്ന വാശിയിലായിരുന്നു. അരുണും മീരയും വിവാഹത്തിന് മുൻപ് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ പങ്കെടുത്തിരുന്നെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുമായിരുന്നു. ചോദ്യം ഇതാണ്: സ്വന്തം വീട്ടിലെ പതിവുകളിൽ വിവാഹം കഴിഞ്ഞും തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുമാത്രമല്ല, മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നതായി തോന്നുന്നത് എപ്പോഴാണ്? ഈ ചോദ്യത്തിനുള്ള മറുപടി പലപ്പോഴും അവരുടെ ലവ് ലാംഗ്വേജ് കണ്ടെത്താൻ സഹായിക്കും. കാരണം വിജയകരമായൊരു ദാമ്പത്യത്തിൻ്റെ രഹസ്യം സ്വന്തം സ്നേഹഭാഷ മാത്രം സംസാരിക്കുന്നതിലല്ല, ജീവിത പങ്കാളിയുടെ സ്നേഹഭാഷ പഠിച്ചെടുക്കുന്നതിലാണ്. വിവാഹം എന്നത് ഉത്തമരായ 2 മനുഷ്യരുടെ കൂടിച്ചേരലല്ല, 2 വ്യത്യസ്ത മനുഷ്യർ പരസ്പരം ഇടം കൊടുക്കാൻ പഠിക്കുമ്പോഴാണ് ദാമ്പത്യം വിജയിക്കുന്നത്. ഇവയെപ്പറ്റിയെല്ലാം വിശദമായി അറിയണമെന്നുണ്ടോ? എങ്കിൽ ഓഗസ്റ്റ് മാസത്തെ ആദ്യ ലക്കം വനിതയിൽ വിശദമായൊരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. ആലോചിച്ചു മതി കല്യാണം എന്നാണ് തലക്കെട്ട്. യോജിച്ച പങ്കാളിയെ കണ്ടെത്താനുള്ള വഴികളുമുണ്ട് കേട്ടോ. ഈ ലക്കം വനിതയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. വിവാഹം സ്പെഷ്യൽ ലക്കമാണ്. മാത്രമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ഒരു മലയാള മാധ്യമത്തിന് നൽകുന്ന ആദ്യത്തെ അഭിമുഖവും ഈ ലക്കം വനിതയിലാണ്. അപ്പോൾ വനിത വാങ്ങാനും വായിക്കാനും മറക്കല്ലേ. താങ്ക് യു.